പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി തർക്കമുണ്ടാകില്ല എന്ന് ചാണ്ടി ഉമ്മൻ എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യരാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയ്ക്ക് രാഹുലിന് ഏത് മണ്ഡലത്തിലും പ്രവർത്തിക്കാം. എന്നാൽ പാർട്ടിയുടെ തീരുമാനമാണ് തന്റെ തീരുമാനമെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. അല്ല, ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായം പറയാൻ അവകാശമുണ്ടല്ലോ. അങ്ങനെ പറയുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ പാർട്ടിയാണ് അന്തിമമായി തീരുമാനിക്കുക ആര് വേണം ആര് വേണ്ട എന്നുള്ളത്. പാർട്ടി തീരുമാനം എടുത്താലും അത് ആ സമയത്ത് തീരുമാനം എടുക്കും. യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ്, യാതൊരു സംശയവും വേണ്ട. എല്ലാവരും യോഗ്യരാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് എവിടെ വേണേൽ പ്രവർത്തിച്ചൂടെ? പുള്ളി യൂത്ത് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിന് എവിടെ വേണേൽ പോയി പ്രവർത്തിക്കാം. അതിന് അവകാശം പുള്ളിക്കുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസിന് പുള്ളി വടകരയാണല്ലോ ഇലക്ഷൻ മൊത്തം ഉണ്ടായിരുന്നത്. വേറൊരു സ്ഥലത്തും അത് വടകര കേന്ദ്രീകരിച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ അർത്ഥം പുള്ളി എവിടെയാണോ തിരഞ്ഞെടുക്കുന്നത് അവിടെ പ്രവർത്തിക്കും. അത് സംസ്ഥാനം മൊത്തം പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. വടകര പ്രവർത്തിച്ചപ്പോൾ അതിനകത്ത് വടകര മത്സരിക്കുന്നതാണോ? അല്ലല്ലോ. ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി. ജേസൺ, ഇപ്പോൾ എന്താണ് ചാണ്ടി ഉമ്മൻ ഉദ്ദേശിക്കുന്നത്? ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊരു പിന്തുണ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നില്ല എന്നാണോ? പാർട്ടി തീരുമാനിക്കുമെന്ന് അദ്ദേഹം അവസാനം പറയുന്നു. സ്മൃതി, അത്തരത്തിൽ ഒരു വ്യാഖ്യാനത്തിനും ഇടം നൽകാതെയാണ് ചാണ്ടി ഉമ്മൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന. പാലക്കാട് സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികൾ UDFന്റെ എന്ന പേരിൽ സജീവമാകുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് വിവാദമാകുന്നുണ്ടായിരുന്നു. പ്രാദേശികമായ എതിർപ്പുകൾ ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ചാണ്ടി ഉമ്മൻ പ്രസ്താവനയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ യോഗ്യനാണ്. അത് എല്ലാവിടെയും പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം, സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ പാർട്ടിയാണ് അന്തിമമായ തീരുമാനമെടുക്കുക എന്ന് പറയുന്നതിലൂടെ തന്റെ നിലപാട് പാർട്ടിയുടെ നിലപാടിനൊപ്പമാണോ, അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിക്കൊപ്പമല്ല എന്ന ഒരു സൂചന കൂടി അതിനകത്ത് വരുന്നുണ്ടെന്ന് നമുക്കിനെ വായിച്ചെടുക്കാം. ഏതായാലും അധികം വൈകാതെ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. വലിയ രീതിയിലുള്ള ശക്തമായ മത്സരം നടക്കാം. BJP വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ UDF തന്നെ വിജയിക്കും, അത് നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാമെന്നതാണ്. ഏതായാലും സ്ഥാനാർത്ഥി നിർണയം ഒരു കീറാമുട്ടിയായി മാറും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിലാണ് വരുന്നതെങ്കിൽ പ്രാദേശികമായ എതിർപ്പുകളെ കൂടി മറികടന്ന് വേണം അവിടെ സ്ഥാനാർത്ഥിയാണെന്ന സൂചനകൾ കൂടി നൽകുന്നുണ്ട് ചാണ്ടി ഉമ്മൻ. ശരി, ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.